ഏവർക്കും ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി അരിപ്പൊടിയും ഉഴുന്നും കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന രുചികരമായ മുറുക്കാണ്. ബേക്കറിയിൽ കിട്ടുന്ന അതേ രുചിയോടുകൂടി വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഇതാ 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത് നന്നായി വാഷ് ചെയ്തെടുക്കാം. നന്നായി വാഷ് ചെയ്ത ശേഷം ഇതിനെ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതാ ഇവിടെ ഉഴുന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതാ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഉഴുന്നിന് 2.5 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇടിയപ്പപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഇടിയപ്പം മാവ് പരുവത്തിൽ കുഴച്ചെടുക്കാം. കുറേശ്ശായി വെള്ളം തളിച്ചു കൊടുത്ത് ഇതിനെ നന്നായി കുഴച്ചെടുക്കാം. ഉഴുന്ന് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് കൂടുതൽ വെള്ളം ആവശ്യം വരില്ല. ആദ്യം ഉഴുന്നിൽ അരിപ്പൊടി മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം മാത്രമേ ആവശ്യമായി വരികയുള്ളൂ. ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1/4 ഗ്ലാസ് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. എണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ഈ മുറുക്കിന് പ്രത്യേക രുചി ലഭിക്കും. മുറുക്ക് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. എണ്ണയ്ക്ക് പകരം ബട്ടറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതാ ഇവിടെ മാവ് പാകമായി വന്നിട്ടുണ്ട്. ഇതിനെ സേവനാഴിയിലേക്ക് മാറ്റിയ ശേഷം വേറൊരു പാത്രത്തിൽ എണ്ണ തേച്ച് ഇതുപോലെ കറക്കിയെടുക്കാം. ഇതാ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചുറ്റി വച്ച മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 മിനിറ്റ് സമയം നന്നായി വെന്ത് വരട്ടെ. അതിനുശേഷം ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. പതിയെ പൊട്ടിപ്പോകാതെ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിനെ വേവിച്ചെടുക്കണം. ഇതാ വളരെ എളുപ്പത്തിൽ തന്നെ രുചികരമായ മുറുക്ക് റെഡിയായിട്ടുണ്ട്. ഇതുപോലെ ബാക്കി എല്ലാ മുറുക്കും തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഇതാ വളരെ രുചികരമായ മുറുക്ക് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വെറൈറ്റി വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.